ഈ ബോക്സിനെക്കുറിച്ച് ചിന്തിക്കുകയും സംസാരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ പ്രഭാവതി അമ്മ വല്ലാതെ അസ്വസ്ഥയാവുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഇന്നലെ ഈ ബോക്സിൽ നിന്നും ഒരു പ്രത്യേകതര ശബ്ദവും ഞാൻ കേട്ടു. ഞാൻ നോക്കുമ്പോൾ ബോക്സിൽ നിന്ന് വരുന്ന ശബ്ദം കേട്ടിട്ട് പ്രഭാവതി അമ്മ ഈ ബോക്സ് തുറക്കാൻ ശ്രമിക്കുക. അപ്പോ എൻ്റെ ഒപ്പം വിശാൽ സാറും ഉണ്ടായിരുന്നു. എന്നെയും വിശാൽ സാറിനെയും കണ്ടപ്പോൾ പ്രഭാവതി അമ്മ പെട്ടെന്ന് ബോക്സ് തുറക്കാനുള്ള ശ്രമം ഉപേക്ഷിച്ച് ഒന്നും അറിയാത്ത മട്ടിൽ നിൽക്കുമായിരുന്നു. എന്നിട്ട് ഞങ്ങളോട് സംസാരിക്കാനും തുടങ്ങി. എനിക്ക് സംശയമുണ്ട്, പ്രഭാവതി അമ്മയ്ക്ക് ഈ ബോക്സുമായിട്ട് എന്തോ ബന്ധമുണ്ടെന്ന്. പാർവതി അതീവ ശ്രദ്ധാലുവും ബുദ്ധിസാമർഥ്യവുമുള്ള കുട്ടിയാണല്ലോ. അവളുടെ ചിന്താഗതിയെ സമ്മതിക്കണം. അച്ഛൻ എന്താ ആലോചിക്കുന്നത്? അല്ല, മോൾക്ക് തോന്നിയ ഈ സംശയം മോള് വിശാലിനോട് ഡിസ്കസ് ചെയ്തായിരുന്നു? ഇല്ല. ആ, അതേതായാലും നന്നായി. അവനോട് തൽക്കാലം ഈ ബോക്സിനെ കുറിച്ചോ മോളുടെ മനസ്സിൽ പ്രഭാവത്തെക്കുറിച്ചുള്ള സംശയങ്ങളെക്കുറിച്ചും പറയുകയോ ചർച്ച ചെയ്യുകയോ ചെയ്യരുത്. അതെന്താ അച്ഛൻ അങ്ങനെ പറഞ്ഞത്? മോളെ, വിശാലിന് പ്രഭാവതിയെ ജീവന് തുല്യം വിശ്വാസമാ. അവൻ അങ്ങനെ അവളെ കണ്ണും പൂട്ടി വിശ്വസിക്കുമ്പോ നീ പ്രഭാവതിയോടുള്ള സംശയവുമായി ചെന്നാൽ വിശാല് നിന്റെ വാക്ക് വിശ്വസിച്ചൊന്നും വരില്ല. മാത്രമല്ല, ഇതിന്റെ പേരിൽ കലഹവും അകൽച്ചയും ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. എനിക്കും അത് തോന്നി. അതുകൊണ്ടാ ഞാൻ ഇതെല്ലാം വിശാൽ സാറിനോട് പറയാൻ മടിച്ചതും. പ്രഭാവതിക്കും ഈ മാജിക് ബോക്സിനും തമ്മിൽ എന്താണ് ബന്ധം? അത് കേട്ടിട്ട് പ്രഭാവതി എന്തിനാ ടെൻഷൻ ആവുന്നത്? പ്രഭാവതിക്ക് പരിഭ്രമം ഉണ്ടാവുന്ന വിധത്തിൽ എന്ത് രഹസ്യമായിരിക്കും ഇതിനുള്ളിലുള്ളത്? അതൊക്കെ അറിയണമെങ്കിൽ ഈ ബോക്സ് ഓപ്പൺ ചെയ്യണം. ഇത് ഓപ്പൺ ചെയ്യണമെങ്കിൽ ദേവമ്മയുടെ വിരലടയാളം വേണം. അത് എങ്ങനെ കണ്ടുപിടിക്കുന്നുള്ള ചിന്തയിലാ ഞാൻ. നിങ്ങൾ ഏതായാലും ലക്ഷ്മീപുരത്തേക്ക് പോവുമല്ലേ? അവിടെ നിന്ന് ഏതായാലും ഗായത്രി ദേവിയുടെ വിരലടയാളം കിട്ടാതിരിക്കില്ല എന്നാ എന്റെ വിശ്വാസം. അങ്ങനെ അവിടെ നിന്നും വിരലടയാളം കിട്ടിയാൽ നമ്മുടെ എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരമാവുമല്ലോ. ഞാൻ അതിന് ശ്രമിക്കാം. അച്ഛാ, ഏതായാലും എത്ര പരിശ്രമിച്ചിട്ടായാലും ഈ ബോക്സ് ഓപ്പൺ ചെയ്യണം. ഞാനിത് ഓപ്പൺ ചെയ്തിരിക്കും. ദേവമ്മയുടെ യഥാർത്ഥ കൊലപാതകി ആരാണെന്ന് ഞാൻ കണ്ടെത്തിയിരിക്കും. അതാരായാലും അയാളെ ഞാൻ കണ്ടെത്തി നിയമത്തിന് മുമ്പിൽ എത്തിച്ച് അയാൾക്ക് ഞാൻ പരമാവധി ശിക്ഷ വാങ്ങിച്ചു കൊടുത്തിരിക്കും. മോളെ, നീ സൂക്ഷിക്കണം. ഉദയന്നൂരമ്മയും ദേവമ്മയും കൂട്ടിനുള്ളപ്പോ പിന്നെ ഞാൻ ആരെയാ അച്ഛ പേടിക്കേണ്ടത്? സാർ ഇതുവരെ ഉറങ്ങിയില്ലേ? ഇല്ല. സമയം എത്രയായിന്ന വിചാരം? മണി 2:10. അയ്യോ, 2 മണി കഴിഞ്ഞോ? ഇത്ര നേരായിട്ടും സാർ ഇതെന്താ കമ്പ്യൂട്ടറിൽ ഗഹനമായിട്ട് നോയിക്കൊണ്ടിരിക്കുന്നേ? ഞാൻ ഈ കൈരേഖാ ശാസ്ത്രത്തെക്കുറിച്ച് പബ്ലിഷ് ചെയ്ത ചില ഗവേഷണ ലേഖനങ്ങൾ പരിശോധിക്കായിരുന്നു. ഓഹോ, അതായിരുന്നോ? ഇതിപ്പോ സാറ് തിരയുന്നത് ദേവമ്മയുടെ? അതെ.
അത് തന്നെയാണ് എൻ്റെ ലക്ഷ്യം. നമ്മൾ ലക്ഷ്മിപുരത്ത് ചെന്നാൽ അവിടെ നിന്ന് അമ്മയുടെ വിരലടയാളം കിട്ടുമെന്നുള്ള കാര്യം ഉറപ്പാ. അത് ചിലപ്പോൾ ഏതെങ്കിലും രേഖയിലോ മറ്റോ ആയിരിക്കും. അങ്ങനെ അമ്മയുടെ വിരലടയാളം കിട്ടിയാൽ അതെങ്ങനെ ഉപയോഗിക്കാൻ കഴിയുമെന്ന് പരിശോധിക്കുകയായിരുന്നു ഞാൻ. ആ എന്നിട്ട് എന്തായി? അമ്മയുടെ വിരലടയാളം ഉപയോഗിച്ച് ആ മാജിക് ബോക്സിനുള്ളിലെ മെമ്മറി കാർഡ് ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള എന്തെങ്കിലും വഴി തെളിഞ്ഞോ? ഒരു വഴി കിട്ടിയിട്ടുണ്ട്. ശരിക്കും? അതെ, അത് ഞാൻ കാണിച്ചു തരാം. ഇപ്പൊ പിടികിട്ടിയില്ലേ? നമുക്കേ ഈ മാർഗം ഒന്ന് പരീക്ഷിച്ച് നോക്കാം. പാർവതി, ആ ദേ ഇത് നീ പിടിച്ചേ. ഇതെന്താ? ഇത് കുറച്ച് ഡ്രസ്സുകളാണ്. ഇതിനുള്ളിൽ തനിക്കുള്ളൊരു സർപ്രൈസ് ഗിഫ്റ്റും ഉണ്ട്. വാങ്ങിക്ക്, വാങ്ങിക്ക്. സർപ്രൈസ് ഗിഫ്റ്റോ? സാരിയാണോ? അതെ, വെറും സാരിയല്ല, മത്താപ്പ് പോലത്തെ ഒന്നാം തരം പട്ടുസാരി. പട്ടുസാരിയോ? ഇതൊക്കെ എന്തിനാ വാങ്ങിയത്? എടോ, താൻ ആദ്യമായിട്ട് എൻ്റെ അമ്മയുടെ നാട്ടിലേക്ക് പോവല്ലേ? അവിടുത്തെ നാട്ടുകാര് തന്നെ ആദ്യമായിട്ട് കാണാൻ പോവല്ലേ? താൻ അവിടെ ചെല്ലുമ്പോ ഒരു നാട് മുഴുവൻ തന്നെ കാണാൻ വേണ്ടി അവിടെ വന്ന് നിൽക്കും. അന്നേരം ഗായത്രി അമ്മയുടെ മരുമകൾ ഗായത്രി അമ്മയെ പോലെ തന്നെ സുന്ദരിയായിരിക്കണ്ടേ? അതിനു വേണ്ടിയാ ഞാൻ ഈ പട്ടുസാരി വാങ്ങിക്കൊണ്ടു വന്നത്. എന്തിനാ സർ ഇങ്ങനെ കാശ് പാഴാക്കുന്നേ? എനിക്കിപ്പൊ തന്നെ ധാരാളം സാരികളുണ്ടല്ലോ. എടോ പാർവതി, ഇത് ഞാൻ മനസ്സ് നിറഞ്ഞ് നിനക്ക് നൽകുന്ന സമ്മാനമാണ്. അതിനുവേണ്ടി എത്ര പണം ചെലവാക്കിയാലും എനിക്ക് അതൊരു വിഷയമേ അല്ല. അതുകൊണ്ട് താൻ ആ ചിന്ത അങ്ങ് വിട്ടേക്ക്. ശരി, സമ്മാനം എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ. അല്ലല്ല, നിൽക്ക്. അത് തുറക്കുന്നതിന് മുമ്പേ ഒരു ചെറിയ ഗെയിമുണ്ട്. ഗെയിമോ? ആ അതെ. താൻ ആ ബോക്സ് ഓപ്പൺ ചെയ്യുന്നതിന് മുമ്പ് അതിനുള്ളിലെ സാരിയുടെ നിറം എന്താണെന്ന് ഊഹിച്ച് പറയണം. പറഞ്ഞ ആ നിറം കൃത്യമായാൽ തന്നെ കെട്ടിപ്പിടിച്ച് ഒരു മുദ്ദുകവും. അത് കൊള്ളാലോ. പിന്നെ തീർന്നില്ല. ഇനി താൻ പറയുന്നത് തെറ്റാണെങ്കിൽ താനൊരു ചുംബനം എനിക്ക് തരണം. ശരി ശരി, ആയിക്കോട്ടെ. അപ്പോ എന്താ സാരിയുടെ നിറം? പച്ച. ഞാൻ വരുന്ന വഴിയോരം കാതിൽ ചേരും ചിലമ്പൊലികൾ മുന്നിലൂടെ മറയുന്നു. കുറുമ്പുകൾ കാറ്റിന്റെ നേരിൽ മാറും ഞാൻ.
ശ്യാമരം ഒഴുകുന്നു ഞാൻ. വെൺചന്ദ്രനായി നിൻ പൂമുഖം ഞാൻ വരുന്ന വഴിയോരം കാതിൽ ചേരും നിൻ ചിലമ്പൊലികൾ മുന്നിലൂടെ പറയുന്നു എന്നും നിൻ കണ്ണിൻ കുറുമ്പുകൾ കാറ്റിന്റെ നേരിൽ പാറും ഞാൻ. പാട്ടിത്താളം പകർന്നിടും ഇമ്പം പോൽ കൊലുസിന്റെ ഇടം മനസ്സോട് ചേരുന്നു. പാട്ടിൻ താളം പകർന്നിടും ഇമ്പം പോൽ കൊലുസിന്റെ ഇടം മനസ്സോട് അതെ, ഈ ബാക്കിയുള്ള സാരികളെ നമ്മുടെ ഇവിടുത്തെ സ്ത്രീജനങ്ങൾക്കുള്ളതാ. അപ്പോ നിറവാർന്നെന്നുമേ അന്നാന്യമായി മണനായി മണനായി. പല്ലവി, എന്താ? ഞാൻ നിനക്ക് ഒരു സാരി തരാൻ വേണ്ടി വന്നതാ. സാരിയോ? എനിക്കോ? അതെ, നിനക്ക് തന്നെ. എന്തേ? അപ്പോ ചേച്ചിക്ക് എന്നോട് സ്നേഹമുണ്ട്. എനിക്ക് നിന്നോട് എപ്പോഴും സ്നേഹം മാത്രമേ ഉള്ളൂ. മനസ്സില് നിന്നെക്കുറിച്ചുള്ള കരുതലുകളേ ഉള്ളൂ. നിന്നെ ഞാൻ അതിര് കടന്ന് വഴക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ശാസിച്ചിട്ടുണ്ടെങ്കിൽ, അതെപ്പോഴും നിന്റെ ഭാവിയെക്കുറിച്ചുള്ള എന്റെ ചിന്ത കൊണ്ട് മാത്രമായിരുന്നു. അതൊക്കെ നീ മറന്നേക്ക്. നീ ഇതിൽ നിന്നൊരു സാരി എടുക്ക്. ലക്ഷ്മീപുരത്തേക്ക് പോകുന്നതിന് പ്രമാണിച്ച് വിശാൽ സാർ ഇവിടെ എല്ലാവർക്കുമായിട്ട് വാങ്ങിച്ചോണ്ട് വന്നതാ ഇതെല്ലാം. ദാ, ഇഷ്ടമുള്ളതെടുക്ക്. ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു. ഇത് ഞാൻ എടുക്കുന്നു. അയ്യോ മോളെ, ഇത് വിശാൽ സാറ് എനിക്ക് വേണ്ടി വാങ്ങിയ സാരിയാ. ഞാനിത് മോളെ കാണിക്കാൻ വേണ്ടി കൊണ്ടുവന്നതാ. വിശാൽ സാർ ഇവൾക്ക് വേണ്ടി വാങ്ങിയ സാരിയാണെങ്കിൽ ഇതിന് വലിയ വിലയുണ്ടാവുമല്ലോ. എന്നാൽ ഈ സാരി എനിക്ക് തന്നെ വേണം. മോള് ഇത് മാറ്റി വെച്ചിട്ട് വേറെ ഏത് സാരി വേണമെങ്കിലും എടുത്തോളൂ. ഷോ, ഇത് നല്ല ഭംഗിയുണ്ട്. ഇതുപോലൊരു സാരി ഞാൻ ആഗ്രഹിച്ചിരുന്നതാ. എന്റെ പൊന്ന് ചേച്ചിയല്ലേ, ഇതെനിക്ക് തരുവോ? എന്നോട് സ്നേഹം ഉണ്ടെങ്കിൽ ചേച്ചി ഈ സാരി എനിക്ക് തരും. ചേച്ചിക്ക് ഈ സാരിയാണോ വലുത്, അതോ പല്ലവി മോളാണോ? മോളെ, അത് എനിക്ക് നീ തന്നെയാണ് വലുത്. പക്ഷേ വിശാൽ സാറ്... സാറിനോടൊക്കെ ഞാൻ പറഞ്ഞോളാം. ഈ സാരി ഞാൻ എടുത്തു. ഞാനേ ഇതൊന്ന് ഉടുത്ത് നോക്കട്ടെ, എന്നിട്ട് ചേച്ചിയെ വിളിക്കാം. ചേച്ചി, ഇത് മറ്റുള്ളവർക്കൊക്കെ കൊടുത്തേക്ക്. ചെല്ല് ചേച്ചി, ചെല്ല് ചെല്ല് ചേച്ചി. സാറ് മോഹത്തോടെ വാങ്ങിച്ചോണ്ട് വന്ന സാരിയാ ഞാൻ പല്ലവിക്ക് കൊടുത്തത്. സാറിന് അത് വലിയ വിഷമാവുമല്ലോ.
ആ വരൂ. അതെ, ഇത് പെട്ടെന്ന് തന്നെ അടിച്ചു വൃത്തിയാക്കി തൂത്തുവാരി പുത്തൻ വീട് പോലെ ആക്കണം. ഗായത്രി അമ്മയുടെ ഭർത്താവും കുടുംബവും എപ്പോ വേണമെങ്കിലും വരാം. ഇത് അപ്പടി പൊടി പിടിച്ച് കിടക്കുകയാണല്ലോ. അങ്ങനെ പെട്ടെന്ന് വൃത്തിയാക്കണമെന്നൊക്കെ പറഞ്ഞ വൃത്തിയാക്കണം. അതുകൊണ്ടാ നിന്റെയൊക്കെ ആളെണ്ണം കൂട്ടിയത്. ശരിയെന്ന്. ഗായത്രി അമ്മ ജീവിച്ചിരുന്നത് വരെ ഈ വീടൊരു സ്വർഗമായിരുന്നു. അവർ പോയതോടെ എല്ലാം കഴിഞ്ഞു. ആരും ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കാതെയായി. ആദ്യമൊക്കെ വല്ലപ്പോഴും ഗോപി സാറ് വരുമായിരുന്നു. ഇപ്പോ സാറ് വന്നിട്ടും വർഷങ്ങളായി. ഗായത്രി അമ്മ ഈ നാട്ടുകാർക്ക് ശരിക്കും ദൈവത്തെ പോലെയായിരുന്നു. ആരെന്ത് സഹായം ചോദിച്ചാലും കൈ അയച്ച് സഹായിക്കും. അതുമാത്രമല്ല, ഇനിയിപ്പോ ഈ നാട്ടിൽ ഇവിടെ ആരെങ്കിലും ഒരാൾ പട്ടിണിയാണെന്ന് അറിഞ്ഞാൽ ആ വിവരം ഗായത്രി അമ്മയുടെ ചെവിയിലെത്തിയാൽ അമ്മ അവിടെ എത്തും. അവരുടെ പട്ടിണി മാറ്റിക്കൊടുക്കും. അവര് ജീവിച്ചിരുന്നപ്പോ ഇവിടെ എന്തിനും ഏതിനും അവരൊരാൾ മതിയായിരുന്നു. ഈ നാട്ടിലെ പോലീസും കോടതിയും എല്ലാം അമ്മ തന്നെയായിരുന്നു. അത്രയ്ക്ക് ധർമ്മവും നന്മയും കരുണയുമുള്ള സ്ത്രീയായിരുന്നു ഗായത്രി അമ്മ. അവരെ പോലൊരു സ്ത്രീയെ ഈ നാടിന് ഇനി കണി കാണാൻ പോലും കിട്ടില്ല. അതൊരു കാലം. അല്ലെങ്കിലും നന്മയുള്ളവർക്ക് ഈ ഭൂമിയിൽ അധികം ആയുസ് ഉണ്ടാവില്ലല്ലോ. അവരെ കുറച്ചു കഴിയുമ്പോ ഈശ്വരൻ അങ്ങ് വിളിക്കും. ഗായത്രി അമ്മയുടെ നഷ്ടം ഈ നാടിന്റെ നഷ്ടമാണ്. ആ, എന്നാ പിന്നെ പണി നടക്കട്ടെ. ദൈവമേ, അമ്മ ജനിച്ചു വളർന്ന അമ്മയുടെ മണ്ണിലേക്ക് അമ്മയുടെ മരുമകളായി ഞാൻ ആദ്യമായിട്ട് വരാൻ പോവുക. അതിന്റെ വലിയ സന്തോഷത്തില ഞാൻ. പിന്നെ ഈ വരവിൽ എനിക്കൊരു വലിയ ലക്ഷ്യം കൂടി സാധിക്കാനുണ്ട്. അമ്മയെ ഈ ഭൂമിയിൽ നിന്ന് ഇല്ലാതാക്കിയവരെ, ആ മഹാഭാവികളെ എനിക്ക് കണ്ടെത്തണം. അവരോട് എനിക്ക് പ്രതികാരം നിറവേറ്റണം. അവർക്ക് തക്കതായ ശിക്ഷ തന്നെ ഞാൻ വാങ്ങിച്ചു കൊടുക്കും. അതിനുവേണ്ടി അമ്മ എന്നെ സഹായിക്കണം. എനിക്ക് കൂട്ടായി അമ്മ എന്നും ഉണ്ടാവണം. എന്നെ അനുഗ്രഹിക്കണം.
പാർവതി, പാർവതി, നിന്റെ പ്രാർത്ഥനയും ആഗ്രഹവും അമ്മ സാധിച്ചു തരും. അമ്മയെ കൊലപ്പെടുത്തിയവരെ നമ്മൾ തീർച്ചയായിട്ടും കണ്ടെത്തുകയും ചെയ്യും.